ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ക്ലാസ്സിലാണ്. ഇത് 6ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠഭാഗമാണ്. നമ്മൾ ഇതിനകം തന്നെ ചരിത്രം, ഭരണഘടന, ഭൂമിശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ കുറച്ച് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്കെല്ലാം ചാറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഉൽപാദന പ്രക്രിയയിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലെ പാഠഭാഗമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അത് കുറച്ചുകൂടി ബേസ് ആയിരുന്നു. ഇന്ന് അതിനേക്കാൾ അഡീഷണൽ കുറച്ച് ഫാക്റ്റ് കൂടി വെച്ച് നമ്മൾ പഠനം ഒന്നും കൂടി വികസിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ പൂർവികർ കായ്കനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടിയും ഗുഹകളിൽ താമസിച്ചും കഴിഞ്ഞിരുന്ന ചരിത്രം ഓർക്കുമല്ലോ. ഇന്നങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? മൊട്ടുസൂചി മുതൽ കൃത്രിമോപഗ്രഹം വരെ എണ്ണിയാൽ തീരാത്തത്ര സാധനങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? നമ്മളൊരു ദിവസം എന്തൊക്കെ ഉപയോഗിക്കുന്നു അത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാൻ തന്നിട്ടുണ്ട്. അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, അത് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള കാര്യമാണ്. ഇതിന് ഇവിടെ ഒരു ബ്ലാക്ക് ബോക്സിൽ തന്നിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ് സാധനങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായിട്ടുള്ള വസ്തുക്കളാണ് സാധനങ്ങൾ അഥവാ ഗുഡ്സ്. അപ്പോൾ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും നമുക്ക് കാണാനും സ്പർശിക്കാനും കഴിയുന്നതാണ് സാധനങ്ങൾ എന്ന് പറയുക. ഡെഫിനിഷൻ പഠിക്കുക, PSC ചോദിക്കും. മനുഷ്യന് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതാണ് ഗുഡ്സ് അഥവാ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതെല്ലാം ഇത്തരത്തിലുള്ള ഗുഡ്സ് ആണ് അല്ലേ, സാധനങ്ങളാണ്. ദെൻ നമ്മൾ ഈ പറയപ്പെട്ട സാധനങ്ങൾ നിർമ്മിക്കാനും വിതരണം ചെയ്യാനും ധാരാളം ആളുകളുടെ സേവനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും അല്ലേ? നമുക്കിപ്പോൾ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു പേന അത് നിർമ്മിക്കുന്നതും വിതരണം ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് ആളുകൾ വേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സേവനം. അപ്പോൾ സാധനം എന്താണെന്ന് പഠിച്ചു. അത് നിർമ്മിക്കാനും വിതരണം ചെയ്യാനും ഒരുപാട് ആളുകളുടെ സേവനം വേണമെന്നും പറഞ്ഞു അല്ലേ? സേവനം വേണമെന്നും പറഞ്ഞു. സോ നമ്മളിനി സേവനത്തിൻ്റെ ഡെഫിനിഷൻ നോക്കാൻ പോവാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പുസ്തകം അച്ചടിച്ചത് അകലെയുള്ള ഏതെങ്കിലും ഒരു പ്രസ്സിലായിരിക്കും. അത് നിങ്ങളുടെ കൈവശം എത്തിയത് പല ആളുകളുടെയും പ്രവർത്തന ഫലമാണ്. ഈ പ്രക്രിയയിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കാം. തൊഴിലാളി ഉണ്ടാവും, ഗതാഗത സൗകര്യങ്ങൾ, പുസ്തക വിതരണക്കാർ തുടങ്ങിയ ആളുകളൊക്കെ ഉണ്ടാവും അല്ലേ? ഇവരെല്ലാം നൽകുന്നത് സേവനങ്ങളാണ്. അപ്പോൾ ഒരു സാധനം നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സേവനങ്ങളാണ്. സേവനങ്ങൾ പലപ്പോഴും കാണുവാനോ സ്പർശിക്കാനോ കഴിയില്ല, മറിച്ച് അനുഭവിച്ചറിയാം. അധ്യാപനം ഒരു സേവനമാണ്, നമുക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. ബാങ്ക് ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ ചെയ്യുന്നതെല്ലാം സേവനങ്ങളാണ്. അപ്പോൾ സേവനം നമുക്ക് കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. നാം ദിവസേന ഉപയോഗിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും പട്ടികപ്പെടുത്തിയാൽ ധാരാളം ഉണ്ടാകും. ഇത്രയും സാധനങ്ങളും സേവനങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ സാധനം എന്താണെന്ന് പറഞ്ഞു, സേവനം എന്താണെന്ന് പറഞ്ഞു. ഇനി എന്താണ് ഉൽപ്പാദനം എന്ന് നോക്കാം. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഉൽപ്പാദനം? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. അപ്പോൾ ഒരു നിർമ്മാണ പ്രക്രിയയാണ്. എന്തിൻ്റെ? മനുഷ്യന് ആവശ്യമുള്ള ഏതൊരു വസ്തുവിനെയും ഏതൊരു സാധനത്തെയും സേവനത്തെയും നിർമ്മിക്കുന്ന പ്രക്രിയ. അപ്പോൾ സാധനത്തെയും സേവനത്തെയും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. ഉൽപ്പാദന ഫലമായി ലഭിക്കുന്നത് ഉൽപ്പന്നം. അപ്പോൾ ഉൽപ്പാദനത്തിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത് ഉൽപ്പന്നം അഥവാ പ്രോഡക്റ്റ് ആണ്. നെല്ല് എന്ന ഉൽപ്പന്നം രൂപപ്പെടുന്ന വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. തുടക്കത്തിലുള്ള ചിത്രത്തിലായിരിക്കും അത് കൊടുത്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഇവിടുത്തെ ചിത്രത്തിലും നെല്ല് ഉൽപ്പാദനത്തെക്കുറിച്ചാണ് തന്നിട്ടുള്ളത്. അതേപോലെ താഴെ ഉള്ള ചിത്രത്തിലും നെല്ല് ഉൽപ്പാദനമാണ് അല്ലേ? ആദ്യം കൊയ്ത്ത്, കറ്റ മെതിക്കൽ, നെല്ല് ശേഖരിക്കൽ, ഇങ്ങനെ കുറേ ഘട്ടങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നിലമൊരുക്കുന്നു അല്ലെ, ആദ്യം കാളയൊക്കെ വന്ന് നിലം ഒരുക്കുന്നു, പിന്നെ വിത്ത് വിതയ്ക്കുന്നു, കള
പറിക്കുന്നു, വളം വിതറുന്നു, നിലമുഴുന്നു, അവിടെ മെതിക്കുന്നു, നിലമുഴുന്നു, വിത്ത് വിതയ്ക്കുന്നു, ദെൻ കൊയ്ത്ത് നടത്തുന്നു, കറ്റ മെതിക്കുന്നു, നെല്ല് ശേഖരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രക്രിയ ഒന്നും കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, അത് ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇവിടെ നെല്ലുൽപാദനം എന്ന പ്രക്രിയയിൽ എന്തെല്ലാം ഘടകങ്ങളുടെ പങ്കാളിത്തമുണ്ട്, ഇത് നമ്മൾ പഠിക്കണം. ഇവിടെ എന്തൊക്കെയുണ്ട്? തൊഴിലാളികൾ, അവിടെ പണിയെടുക്കുന്ന തൊഴിലാളിയുണ്ട്. ഇനി നമുക്ക് പ്രകൃതി വിഭവങ്ങൾ വേണം, റിസോഴ്സുകൾ വേണം. ഭൂമി, ജലം ഒക്കെ പ്രകൃതി വിഭവങ്ങളാണ്. ദെൻ മനുഷ്യനിർമ്മിത വസ്തുക്കളൂടെ വരുന്നുണ്ട്, വളം, വിത്ത്, യന്ത്രങ്ങൾ, ഇതൊക്കെ മനുഷ്യനിർമ്മിച്ചതാണ്. അപ്പോൾ തൊഴിലാളി, പ്രകൃതി വിഭവങ്ങളും മനുഷ്യനിർമ്മിത വസ്തുക്കളും വരുന്നുണ്ട്. അപ്പോൾ ഒരു ഉൽപാദന പ്രക്രിയയിൽ ഏതൊരു ഉൽപാദന പ്രക്രിയയിലും മനുഷ്യരുടെ ആവശ്യം വരുന്നു, പ്രകൃതി വിഭവങ്ങളുടെ ആവശ്യം വരുന്നു, മനുഷ്യനിർമ്മിത വസ്തുക്കളുടെ ആവശ്യവും വരുന്നു. നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായി മാത്രമേ ഉൽപാദനം നടക്കുകയുള്ളൂ നമുക്ക് മനസ്സിലായി. ഇങ്ങനെ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളെയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന വിവിധ ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങൾ. അപ്പോൾ ഒരു ഉൽപാദന പ്രക്രിയ നടക്കുന്ന സമയത്ത് എന്തൊക്കെ വസ്തുക്കളാണോ നാം അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ഘടകമാണോ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്, അതെല്ലാം ഉൽപാദന ഘടകങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ, ഒരു ഫാക്ടറിയിൽ നിന്ന് ചെരുപ്പാണെന്ന് തോന്നുന്നില്ലേ, ചെരുപ്പ് നിർമ്മിക്കുന്ന കുറേ ആളുകൾ, പിന്നെ ഒരു ലോറിയൊക്കെ കാണാം. ഒരു ചെരുപ്പ് നിർമ്മാണ ഫാക്ടറിയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ചെരുപ്പ് എന്ന ഉൽപാദനം നിർമ്മിക്കുന്നതിൽ അവിടെ കെട്ടിടം, യന്ത്രങ്ങൾ, തൊഴിലാളി, വൈദ്യുതി, സംഘാടകൻ, പിന്നെ വാഹനവും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ഇതെല്ലാം ഉൽപാദന സഹായത്തിന് വേണ്ടിയുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് നമുക്കിതിനെ പറയാം ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയാം. ഉൽപാദനത്തിന് സഹായിക്കുന്ന വസ്തുക്കൾ ഉൽപാദന ഘടകങ്ങൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഉൽപാദന ഘടകങ്ങളുടെ എക്സാമ്പിൾ കണ്ടാലൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഇവ എങ്ങനെയാണ് ചെരുപ്പ് എന്ന ഉൽപ്പന്നം ഉണ്ടാക്കാൻ സഹായിച്ചത്, അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കാം. ഇങ്ങനെ ഉൽപാദനത്തിന് സഹായിക്കുന്ന ഘടകങ്ങളെ പൊതുവായിട്ട് 4ആയി തിരിക്കാം. അപ്പോൾ ഉൽപാദന ഘടകങ്ങൾ 4ആയിട്ട് തിരിക്കാം. ഇത് PYക്കാണ്, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഉൽപാദന ഘടകങ്ങൾ 4ആയിട്ട് നമുക്ക് തിരിക്കാം. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഭൂമി, ആ ഒരു പ്രക്രിയ നടക്കാൻ നമുക്ക് ഭൂമി ആവശ്യമാണ്, ഭൂമിയിലല്ലേ ഇതെല്ലാം നടക്കുക. പിന്നെ തൊഴിൽ അല്ലേ, തൊഴിൽ ആവശ്യമുണ്ട്, തൊഴിൽ പ്രക്രിയയിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ദെൻ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂലധനം അല്ലേ, ഒരു മൂലധനം വേണം. ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു മൂലധനം, ഒരു അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു ധനം വേണം. ദെൻ സംഘാടനം, കൃത്യമായിട്ടും ഓർഗനൈസ് ചെയ്ത് നടത്തിയാലേ കാര്യങ്ങളൊക്കെ നടക്കൂ. അപ്പോൾ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഇതാണ് ഉൽപാദന ഘടകങ്ങൾ, പ്രധാനപ്പെട്ട 4 ഉൽപാദന ഘടകങ്ങൾ. ഇനി ഇതിൽ ഓരോന്നും നമ്മൾ പഠിക്കാൻ പോവാണ്. ആദ്യമായിട്ട് ഭൂമിയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഉൽപാദന ഘടകം എന്ന നിലയിൽ വിശാലമായ അർത്ഥത്തിലാണ് ഭൂമി എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ പെടും. അപ്പോൾ ഭൂമി എന്ന് പറയുമ്പോൾ സാധനം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും. അപ്പോൾ പ്രകൃതി വിഭവങ്ങളായിട്ട് എന്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു അതെല്ലാം ഭൂമി എന്നതിൽ വരും. കായലാകാം, കണ്ടില്ലേ, കായലാകാം, അതൊരു കൃഷിയിടമാകാം, അല്ലെങ്കിൽ ഒരു കാർഷിക വിളയാകാം, മരമാകാം അല്ലേ, മണ്ണാകാം, കല്ലാകാം, ഇതെല്ലാം ഭൂമിയായിട്ട് പരിഗണിക്കും. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് നമ്മളുടെ മൊത്തത്തിലുള്ള ഭൂമി എന്ന അർത്ഥത്തിനല്ല, ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതൊരു പ്രകൃതി വിഭവത്തെക്കുറിച്ചും ഭൂമി എന്നാണ് നമ്മൾ പറയാം. ഭൗമോപരിതലത്തെയും അത് നമ്മുടെ നിലം, അന്തരീക്ഷം, അപ്പം അന്തരീക്ഷം, ഭൗമാർദ്ദ ഭാഗങ്ങൾ, ഭൂമിയുടെ ഉള്ളിലുള്ളത്, അപ്പോൾ ഭൂമിയുടെ ഉള്ളിലുള്ളത്, അതിൻ്റെ ഉപരിതലത്തിലുള്ളത്, ആകാശത്തുള്ളത്, ഇതെല്ലാം ഭൂമി എന്ന് തന്നെയാണ് കേട്ടോ. എല്ലാ പ്രകൃതി വിഭവങ്ങളും ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ പരിഗണിക്കും. അപ്പം ഭൂമി എന്നുള്ളത് വിശാലാർത്ഥത്തിലാണെന്ന് ഓർക്കുക. ഇതൊക്കെ ഉദാഹരണം വന്നു കഴിഞ്ഞാൽ നമ്മളെ തെറ്റിക്കരുത്. അപ്പോൾ ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയിൽ എന്തൊക്കെ വരും? മണ്ണ്, ജലം, വനം, വായു, കൽക്കരി, കല്ല് അല്ലേ, അതെല്ലാം വരും. ദെൻ താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങൾ ചർച്ച ചെയ്ത് ഭൂമി എന്ന ഉൽപാദന ഘടകത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തുക എന്ന് തന്നിട്ടുണ്ട്. ഉൽപാദന ഘടകമായ ഭൂമി എന്നതിൽ ഏതൊക്കെ പ്രകൃതി വിഭവങ്ങൾ ഉൾപ്പെടും? അപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ എല്ലാം വരും അല്ലേ.
ഭൂമിയിൽ ഉൾപ്പെടുന്ന കരഭാഗത്തിന്റെ വിസ്തൃതി നമ്മുടെ ആവശ്യം അനുസരിച്ച് വർദ്ധിപ്പിക്കാനാവുമോ? കരഭാഗത്തിന്റെ വിസ്തൃതി നമ്മുടെ ആവശ്യാനുസരണം വർദ്ധിപ്പിക്കാനാകുമോ? അപ്പോൾ നമുക്ക് ഭൂമിയെ വലിച്ചു നീട്ടാനൊന്നും കഴിയില്ല അല്ലേ? കരഭാഗത്തിന്റെ വിസ്തൃതി നമ്മുടെ ആവശ്യാനുസരണം വലിച്ചു നീട്ടാൻ കഴിയില്ല. നമുക്ക് അവിടെ ഉള്ളതനുസരിച്ച് ഉപയോഗപ്പെടുത്താനേ കഴിയൂ അല്ലേ? ഇനി ഭൂമിയുടെ കരഭാഗത്തിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ കഴിയുമോ? എങ്കിൽ എങ്ങനെ? അത് പറ്റും. ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ നമുക്ക് വളങ്ങളും രാസവളങ്ങൾ ജൈവവളങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും. ഭൂമി എന്ന ഉൽപാദന ഘടകത്തെ മറ്റൊരു സ്ഥലത്തേക്ക് ചലിപ്പിക്കാൻ കഴിയോ? കഴിയില്ല. ഇവിടുത്തെ ഭൂമി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടുപോകാൻ കഴിയില്ല. ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അടുത്ത നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്. ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഘടകങ്ങൾക്കും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. ഉൽപാദന ഘടകം എന്ന നിലയിൽ ഭൂമിയുടെ പ്രതിഫലം പാട്ടമാണ്. അപ്പോൾ ഭൂമിയിൽ നിന്നും ഉൽപാദന ഘടകമായിട്ടുള്ള ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലം പാട്ടമാണ്. ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലം പാട്ടമാണ്. PYQ ആണ്. ഇനി അടുത്ത ഘടകം തൊഴിലാണ്. ഏതൊരു ഉൽപ്പന്നത്തിൻ്റെയും ഉൽപാദനത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. അപ്പോൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഘടകമാണ് തൊഴിൽ. തൊഴിലാളികൾ അവരുടെ അധ്വാനശേഷിയാണ് ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അധ്വാനശേഷിയാണ് ഉൽപാദനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ഉദാഹരണം നോക്കൂ. ഒരു കയർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് സന്ദർശിച്ചാൽ തൊഴിലാളികൾ എന്തൊക്കെ ചെയ്യുന്നു? അത് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും. ഈ ചിത്രത്തിൽ തൊഴിലാളികൾ പണിയെടുക്കുന്നതെല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഇതെല്ലാം അവർ തൊഴിൽ ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളാണ്. കയർ ഉൽപ്പന്ന നിർമ്മാണത്തിന് ചകിരി അനുയോജ്യമാക്കുന്നത്, ആവശ്യമായിട്ടുള്ള നിറങ്ങൾ ചേർക്കുന്നത്, യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത്, ഉൽപ്പന്ന വിതരണം, ഇതെല്ലാം ചെയ്യുന്നത് തൊഴിലാളികളാണ്. ഇവിടെ തൊഴിലാളികളുടെ കായികവും മാനസികവും ബുദ്ധിപരവുമായിട്ടുള്ള അധ്വാനശേഷി ഉപയോഗിക്കുന്നത് കാണാം. അപ്പോൾ ഇവിടെ എല്ലാം അവരുടെ അധ്വാനശേഷിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായി അധ്വാനശേഷി ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മൾ തൊഴിൽ എന്ന് പറയുന്നു. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന കായികവും മാനസികവും ബുദ്ധിപരവും, അപ്പോൾ കായികം മാനസികം ബുദ്ധിപരവും ഇങ്ങനെ ഉള്ള എല്ലാ അധ്വാനശേഷികളെയും കുറിച്ച് നമ്മൾ പറയും തൊഴിൽ. അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കുന്നു. അധ്വാനശേഷിക്ക് എന്ത് ചെയ്യും? ഭൂമിക്ക് പാട്ടം എന്നതുപോലെ അധ്വാനശേഷിക്കും പ്രതിഫലമുണ്ട്. എങ്കിൽ മാത്രമേ അത് തൊഴിലാകൂ. അപ്പോൾ തൊഴിലാണെങ്കിൽ പ്രതിഫലം കിട്ടണം. പ്രതിഫലം കിട്ടിയാലേ നമുക്ക് അതിനെ തൊഴിൽ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. വീട്ടിൽ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ഉപയോഗിക്കുന്ന അധ്വാനശേഷിക്ക് പ്രതിഫലം ലഭിക്കാത്തതിനാൽ അതൊരു തൊഴിലായിട്ട് പരിഗണിക്കില്ല. അപ്പോൾ വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ജോലി അതൊരു തൊഴിലല്ല അല്ലെ? വീട്ടിൽ ചെയ്യുന്ന ജോലി അതൊരു തൊഴിലല്ല, കാരണം അതിന് പ്രതിഫലം കിട്ടുന്നില്ല. അപ്പോൾ പ്രതിഫലം കിട്ടിയാലേ തൊഴിലായിട്ട് പരിഗണിക്കൂ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രസ്താവന വന്നാൽ തെറ്റിക്കരുത് കേട്ടോ. തൊഴിലാളി നൽകുന്ന അധ്വാനശേഷിക്കുള്ള പ്രതിഫലം കൂലിയാണ്. അപ്പോൾ ഭൂമിക്ക് പാട്ടം, തൊഴിലാളിക്ക് അല്ലെങ്കിൽ തൊഴിലിന് കൂലി. ഇത് മിക്കപ്പോഴും പണമായിട്ടാണ് ലഭിക്കുന്നത് അല്ലേ? പണത്തിന് പകരം സാധനങ്ങൾ ലഭിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അങ്ങനത്തെ സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഉദാഹരണമായിട്ട് ചിലപ്പോൾ തെങ്ങ് കയറ്റത്തിന് പ്രതിഫലമായിട്ട് തേങ്ങ നൽകാറുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ അങ്ങനെ നൽകുന്നു, ഇപ്പോഴും നൽകാറുണ്ട് അല്ലേ? തെങ്ങ് കയറുന്ന സമയത്ത് അവർക്ക് കുറച്ച് തേങ്ങയും അതിനോടൊപ്പം കുറച്ച് പണവും കൊടുക്കും അല്ലേ? ഏതൊരു തൊഴിലിനും മനുഷ്യൻ പ്രയോഗിക്കുന്നത് അവൻ്റെ അധ്വാനശേഷിയാണ്. ഇത് ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്ന് ഉപയോഗിച്ചില്ല എങ്കിൽ അത് നഷ്ടമാകും അല്ലേ? നമുക്ക് ഇന്ന് പണിയെടുക്കുന്നത് പോലെ നാളെ പണിയെടുക്കാൻ കഴിയില്ല. ആയതിനാൽ തൊഴിലാളിയുടെ അധ്വാനശേഷി പിറ്റേ ദിവസത്തേക്കായി കരുതി വെക്കാനാവില്ല. അതുപോലെ തൊഴിലാളിയുടെ അധ്വാനശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്താൻ കഴിയും. പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷി ഇന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. പിറ്റേ ദിവസത്തേക്കായിട്ട് അത് കരുതി വെക്കാൻ കഴിയില്ല. തൊഴിലാളിയുടെ അധ്വാനശേഷിയെ വിദ്യാഭ്യാസത്തിലൂടെയോ പരിശീലനത്തിലൂടെയോ മെച്ചപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്, പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മുടെ കഴിവിനെ, തൊഴിൽപരമായിട്ടുള്ള കഴിവിനെ നമുക്ക് വികസിപ്പിക്കാൻ കഴിയും. ഇന്നത്തേക്കുള്ള കഴിവിനെ അല്ലെങ്കിൽ ഇന്നത്തേക്കുള്ള തൊഴിലിനെ നാളത്തേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ആ തൊഴിലല്ല, ഒരു അധ്വാനശേഷി കേട്ടോ. ഇന്ന് ഉപയോഗിക്കേണ്ട അധ്വാനശേഷിയെ നാളത്തേക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ഇനി അടുത്ത മൂലധനം. വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് മൂലധനം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം. അപ്പോൾ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുക, ആ ഒരു പ്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് എന്തൊക്കെ വേണോ അതെല്ലാം മൂലധനമാണ്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ
അസംസ്കൃത വസ്തുക്കൾ വാങ്ങുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്. അപ്പോൾ ഒരു ഫാക്ടറി നിർമ്മിക്കാൻ തന്നെ എന്തൊക്കെ വേണം? സ്ഥലം വേണം, അല്ലെ സ്ഥലം വാങ്ങണം, ഫാക്ടറി സ്ഥാപിക്കണം, യന്ത്രം വാങ്ങണം, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം, ഉൽപ്പന്നം നിർമ്മിക്കണം. അപ്പോൾ ഇതെല്ലാം സ്വരുക്കൂട്ടുന്നതിന്, അടിസ്ഥാന സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന്, സജ്ജീകരിക്കുന്നതിന് പറയുന്ന പേര് മൂലധനം എന്നാണ്. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായിട്ടുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നറിയപ്പെടുന്നു. അപ്പോൾ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായിട്ടുള്ള മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, തിരികെ പോകരുത്. സാധനം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, കാണാനും സ്പർശിക്കാനും പറ്റുന്നത്. ഇത് ഒരു ഉൽപാദനത്തിന്, അല്ലേ? നമുക്കിപ്പോൾ ഒരു ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട്? ഫാക്ടറി വേണം, മെഷീൻസ് വേണം, അല്ലേ? പിന്നെ പേപ്പറുകൾ വാങ്ങണം. അപ്പോൾ അതെല്ലാം നമുക്ക് സ്പർശിക്കാനും കാണാനും കഴിയുന്നതാണ്. സോ അത് മനുഷ്യനിർമ്മിത വസ്തുക്കളാണ്. അപ്പോൾ ഇത് മനുഷ്യനിർമ്മിത വസ്തുക്കളാണ്, കാണാനും സ്പർശിക്കാനും കഴിയുന്നതാണ്, ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതാണ്. ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽ ഉൾപ്പെടും. അപ്പോൾ നമ്മളൊരു ഓഫീസ് സ്ഥാപിക്കുന്ന സമയത്ത് ആ ഓഫീസ് കെട്ടിടം, അവിടെ കിടക്കുന്ന കസേര, കമ്പ്യൂട്ടേഴ്സ്, അവിടെ ഇരിക്കുന്ന ചെറിയ മൊട്ടുപിന്ന് പോലും നമ്മുടെ മൂലധനമാണ്, അല്ലേ? ആ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ ഒരുക്കിയതാണെങ്കിൽ അതെല്ലാം മൂലധനമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ മൂലധനം എന്ന് പറയുന്ന സമയത്ത് വിജ്ഞാന മൂലധനം എന്നൊരു സങ്കല്പമുണ്ട്. നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ്. വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്നത്. അപ്പം ഇന്ന് നമുക്കുള്ള സ്കില്ല്, നമ്മുടെ വിജ്ഞാനം, അതാണൊരു മൂലധനം, നമുക്കുള്ള അറിവ്. അപ്പോൾ അതാണ് വിജ്ഞാന മൂലധനം എന്ന സങ്കല്പം. അപ്പോൾ ഒരാളുടെ അറിവിനനുസരിച്ചാണ് ഇന്ന് പലപ്പോഴും കൂലിയിടുന്നത്, അല്ലേ? ഇനി മൂലധനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതിൻ്റെ പ്രത്യേകത. മൂലധനം മറ്റെല്ലാ ഒരു ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം ആ ഉൽപാദന ഘടകങ്ങളെ എല്ലാം സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ മെഷീൻസ്. ഇപ്പോൾ തൊഴിലാളി ജോലി എടുക്കണമെങ്കിൽ ആ ഒരു മെഷീൻ വർക്ക് ചെയ്യണം. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നല്ല മൂലധനം ഉണ്ട് എങ്കിൽ തൊഴിലാളികൾക്ക് നന്നായിട്ട് ജോലി ചെയ്യാൻ കഴിയും. അപ്പോൾ മൂലധനം എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. തൊഴിലാളികൾക്ക് ആ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനം ചലനാത്മകമാണ്, നമുക്കത് മാറ്റാൻ പറ്റും. ഈ മെഷീൻസ് ഇവിടെ നിന്ന് എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് മാറ്റാനൊക്കെ കഴിയും. എല്ലാ ഉൽപാദന ഘടകങ്ങളെ പോലെ മൂലധനത്തിനും പ്രതിഫലമുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. ഇത് പലരും തെറ്റിക്കുന്നതാണ് കേട്ടോ. മൂലധനത്തിന്റെ പ്രതിഫലം പലിശയാണ്. ലാഭം എന്ന് എഴുതി വെക്കരുത്, പലിശയാണ്. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. ഓക്കെ അല്ലേ? ഇനി സംഘാടനം, അവസാനമായിട്ട് സംഘാടനം, അല്ലെ? 4 ഘടകങ്ങളിൽ അവസാനത്തത് സംഘാടനം. ഉൽപാദന ഘടകങ്ങളായിട്ട് നമ്മൾ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ പറഞ്ഞു, അല്ലേ? ഈ 3 കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം ഇവകളെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. സംഘാടനം നടത്തുന്ന വ്യക്തി സംഘാടകൻ, സംരംഭകൻ. അപ്പോൾ ഇത് കൂട്ടിയോജിപ്പിക്കാൻ ഒരാൾ വേണമല്ലോ. അയാളായിരിക്കും ആ ഒരു കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംരംഭത്തിൻ്റെ സംഘാടകൻ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറയുന്നത്. നമ്മൾ ഓൺടർപ്രണർ എന്ന് പറയില്ലേ? ഇപ്പോൾ ഇവിടെ നോക്കൂ, ഭൂമി, തൊഴിൽ, മൂലധനം ഇതിനെ സംഘാടനം വഴി നമ്മൾ യോജിപ്പിച്ചു. അപ്പോൾ ഉൽപാദന പ്രക്രിയ നടക്കുന്നു. ഇതിനെ സംഘാടനം വഴി കൂട്ടിയോജിപ്പിക്കുമ്പോഴാണ് ഉൽപാദന പ്രക്രിയ നടക്കുന്നത്. അതിലൂടെ നമുക്ക് പ്രോഡക്റ്റ്, ഉൽപ്പന്നം കിട്ടുന്നത്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൽ സംഘാടകന്റെ പങ്ക് എന്തെന്ന് വ്യക്തമാക്കുന്ന ഒരു ചാർട്ട് ഉണ്ട്, അല്ലേ? ചിത്രം വിശകലനം ചെയ്താൽ ഉൽപാദന പ്രക്രിയയിൽ നിർണായക സ്ഥാനമാണ് സംഘാടകനുള്ളത് എന്ന് കണ്ടെത്താം. ഒരു ഉൽപാദന ഘടകമെന്ന നിലയിൽ സംഘാടനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. അപ്പോൾ നമ്മുടെ സംഘാടനത്തിനുള്ള പ്രതിഫലമാണ് ലാഭം. സംഘാടനത്തിനുള്ള പ്രതിഫലം ലാഭമാണ്. ഇപ്പോൾ ഒരു മുതലാളിയാണ് അല്ലെങ്കിൽ ഒരു സംരംഭകനാണ്, ഒരു കച്ചവടം തുടങ്ങുന്ന ആളാണ് അതിലെ സംഘാടനം നടത്തുന്നത്. അയാൾക്ക് കിട്ടുന്നത് ആ കച്ചവടത്തിൻ്റെ ലാഭമാണ്. കച്ചവടം ലാഭത്തിൽ വന്ന് ലാഭവിഹിതം കിട്ടിയാലേ അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ, അല്ലേ? അപ്പോൾ കച്ചവടത്തിൻ്റെ അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തിയുടെയും ഉൽപാദന പ്രവൃത്തിയുടെയും സംഘാടനത്തിന് കിട്ടുന്ന പ്രതിഫലം ലാഭമാണ്. ഭൂമിക്ക് കിട്ടുന്നത് പാട്ടമാണ്. തൊഴിലിന് കിട്ടുന്നത് കൂലിയാണ്. മൂലധനത്തിന് കിട്ടുന്നത് പലിശയാണ്. ഓക്കെ അല്ലേ? ഇതിനടുത്തേക്ക് വരാം.
താഴെ കൊടുത്തിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് സംഘാടകന്റെ സവിശേഷതകൾ കണ്ടെത്താനാണ്. എന്താണ് സംഘാടകന്റെ ലക്ഷ്യം? സംഘാടകന്റെ ലക്ഷ്യം മറ്റുള്ള ഉൽപാദന ഘടകങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്ന ഘടകങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുക. ഉൽപ്പന്ന നിർമ്മാണത്തിൽ സംഘാടകന്റെ ഉത്തരവാദിത്വം എന്തായിരിക്കും? അത് കൃത്യമായിട്ട് 3 ഘടകങ്ങളെയും സംയോജിപ്പിച്ച് ഉൽപാദന പ്രക്രിയ നടത്തി അതിൽ നിന്നും ഉൽപ്പന്നം നിർമ്മിക്കുക. ഇതാണ് സംഘാടകന്റെ തൊഴിൽ. ഏതൊക്കെ ഘടകങ്ങളെയാണ് സംഘാടകൻ കൂട്ടിയോജിപ്പിക്കേണ്ടത്? നേരത്തെയുള്ള 3: ഭൂമി, മൂലധനം, തൊഴിൽ. സംഘാടകന്റെ കഴിവ് എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം? അപ്പം പരിശീലനത്തിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ നമുക്കത് വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നമ്മുടെ എക്കണോമിക്സിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഹയർ ലെവലൊക്കെ നമ്മൾ ഹയർ സെക്കൻഡറി തലത്തിലേക്ക് പഠിക്കുന്നതാണ്. നമ്മൾ അതിലേക്കൊക്കെ വരും, പതിയെ നമ്മൾ അവിടേക്ക് എത്തും കേട്ടോ. ഉൽപാദന ഘടകങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഉൽപാദനവും അതുവഴി ഉൽപ്പന്നവും രൂപപ്പെടും. വ്യക്തികളുടെ ആവശ്യ രൂപീകരണത്തിന് ഉൽപ്പന്നങ്ങൾ അനിവാര്യമാകുന്നതിനാൽ ഉൽപാദനം എന്ന പ്രക്രിയ നിരന്തരമാകുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴും ഉൽപ്പന്നം വേണം. അപ്പോൾ ഈ ഉൽപാദനം എന്ന പ്രക്രിയ നിരന്തരം നടന്നുകൊണ്ടിരിക്കും അല്ലേ. നമുക്ക് എപ്പോഴും ആവശ്യമുണ്ടല്ലേ. ഇപ്പോൾ ഭക്ഷണമാണെങ്കിൽ നമുക്ക് ഡെയിലി ആവശ്യമാണ്, വൈദ്യുതി നമുക്ക് ഡെയിലി ആവശ്യമാണ്, വസ്ത്രം നമുക്ക് എല്ലാ ദിവസവും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉൽപ്പന്നം എന്നുള്ള കാര്യത്തിലേക്ക് എപ്പോഴും നമുക്ക് ആവശ്യമുള്ളതിനാൽ ഉൽപാദന പ്രക്രിയ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഉൽപാദനം എന്നത് ഒരു സാമ്പത്തിക പ്രവർത്തനവും നിരന്തരവുമായി തുടരുന്ന പ്രക്രിയയാണ്. പ്രസ്താവനയാണ്, പഠിച്ചു വെക്കുക. ഉൽപാദനം നിരന്തരവും സാമ്പത്തിക പ്രവർത്തനവുമാണ്. നിരന്തരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ഉൽപാദനം അല്ലെങ്കിൽ ഈ ഒരു ഉൽപ്പന്നത്തിലേക്കുള്ള ആവശ്യം നിരന്തര പ്രക്രിയയായിട്ട് മാറുന്നത്? അത് നമുക്ക് പഠിക്കണം. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണാൻ കഴിയും. ഇവിടെ ഒരു ഗാർഹിക യൂണിറ്റ്, നമ്മുടെ ഒരു വീടാണ്. ഇവിടെ നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ആവശ്യം വരുന്നു. നമ്മൾ നേരെ ഉൽപാദന യൂണിറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഉൽപാദന യൂണിറ്റുകൾ ആ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഗതി സൂചിപ്പിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. ചെറിയൊരു നോയ്സ് ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് സോറി, ആ നോയ്സ് ഉണ്ട്, നമുക്ക് കട്ട് ചെയ്യാൻ കഴിയില്ല. കട്ട് ചെയ്ത് നമ്മൾ ക്ലാസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ പറഞ്ഞു വരുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹമാണ്. സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രിക പ്രവാഹം. ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഉൽപ്പന്നങ്ങൾ അതേപോലെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റും ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഒരു ഉൽപാദന യൂണിറ്റാണ്. ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റ്. അപ്പോൾ ഉൽപാദനം നിർമ്മിക്കുന്നത് ഉൽപാദന യൂണിറ്റും അത് ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. മനുഷ്യർ ആവശ്യ പൂർത്തീകരണത്തിനാണല്ലോ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലേ. മനുഷ്യൻ അവൻ്റെ ആവശ്യങ്ങൾക്കാണ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിരവധിയാണ്. ഒരു ആവശ്യം നിറവേറ്റുമ്പോൾ പുതിയ ആവശ്യം ഉണ്ടാകും. ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമായി വരും. അപ്പോൾ അവ ഉൽപ്പാദിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പ്രക്രിയ തുടർച്ചയായി സംഭവിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കാം. ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഗാർഹിക യൂണിറ്റിൽ നിന്നാണ്. ഇപ്പോൾ ഒരു ഉൽപാദന യൂണിറ്റ്, ഒരു മിനിറ്റ്, ആ ചിത്രം കാണിച്ചെന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇത് ഉൽപാദന യൂണിറ്റാണ്. ഇതൊരു ഉൽപാദന യൂണിറ്റാണ്. ഈ ഉൽപാദന യൂണിറ്റാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. എന്നാൽ ഇതിന് ഉൽപ്പന്നം നിർമ്മിക്കണമെങ്കിൽ അവിടെ ആര് വേണം? സേവനം ചെയ്യുന്ന തൊഴിലാളികൾ വേണം അല്ലേ. തൊഴിലാളികൾ വരുന്നത് എവിടെ നിന്നാണ്? ഈ ഗാർഹിക യൂണിറ്റിൽ നിന്നാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഗാർഹിക യൂണിറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ഗാർഹിക യൂണിറ്റിലുള്ള ആളുകൾക്ക് ഉൽപ്പന്നത്തിൻ്റെ ആവശ്യമുണ്ട്. അവർക്ക് ഈ ഉൽപ്പന്നങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഉൽപാദന യൂണിറ്റിൽ നിന്ന് കിട്ടുന്നത്. മനസ്സിലായോ? അതേപോലെ ഇവർക്ക് സാധനങ്ങൾ വാങ്ങാൻ പൈസയുടെ ആവശ്യമുണ്ട്. ഈ പൈസ അവർ നേടിയെടുക്കുന്നത് ഉൽപാദന യൂണിറ്റിൽ വന്ന് ജോലി ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് പൈസ കിട്ടി. ഈ പൈസ എന്ത് ചെയ്യും? അവർ ചിലവാക്കുന്നത് ഇവിടെ തന്നെയാണ് അല്ലേ. അപ്പോൾ പൈസ ഇങ്ങനെ കറങ്ങി വരികയാണ്. പൈസ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുന്നു, സാധനം വാങ്ങാൻ അവർ ഇവിടെ തന്നെ ചിലവഴിക്കുന്നു. ഓക്കെ അല്ലേ?
അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സാധനങ്ങൾക്കും സേവനങ്ങൾക്കുമുള്ള വില, സാധനങ്ങൾക്കും സേവനങ്ങൾക്കുള്ള വില, അഥവാ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനുള്ള പൈസ കൊണ്ടുവന്ന് ഒരു ഉൽപ്പാദന യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. ദെൻ അവിടെ നിന്ന് സാധനങ്ങളും സേവനങ്ങളും ഇവർക്ക് കിട്ടുന്നു. അപ്പോൾ ഇവർ പൈസ കൊടുത്ത് സാധനങ്ങളും സേവനങ്ങളും ഇവിടെ നിന്ന് വാങ്ങുന്നു. ഇനി ഇവിടെ നിന്ന് തൊഴിലെടുക്കാൻ, അതാണ് ഉൽപ്പാദന ഘടകങ്ങൾ. തൊഴിലെടുക്കാൻ വേണ്ടിയുള്ള ആളുകൾ വീട്ടിൽ നിന്നാണ് നേരെ യൂണിറ്റിലേക്ക് പോയി ജോലി ചെയ്യുന്നത്. ജോലി ചെയ്യുമ്പോൾ ഇവർക്ക് എന്ത് കിട്ടുന്നു? പൈസ കിട്ടുന്നു. അപ്പോൾ മനസ്സിലായോ എങ്ങനെ സൈക്ലിക് പ്രോസസ്സായെന്ന്? ഞാൻ ഒന്നുകൂടി പറയാം. വീട്ടിലുള്ള ആളുകൾക്ക് സാധനങ്ങളും മറ്റും വേണം. അപ്പോൾ സാധനങ്ങൾ അവർ വാങ്ങാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിന്നാണ്, ഉൽപ്പാദന യൂണിറ്റിൽ നിന്നാണ് അല്ലേ. അപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇവിടെ പൈസ ഇവർ കൊടുക്കുന്നു. ഇവിടെ നിന്ന് സാധനങ്ങളും സേവനങ്ങളും ഇവർക്ക് കിട്ടുന്നു. ഇനി ഉൽപ്പാദന യൂണിറ്റിലേക്ക് പണിയെടുക്കാൻ ആൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഉൽപ്പാദന ഘടകങ്ങളുടെ ആവശ്യമുണ്ട്. അത് അവർക്ക് കിട്ടുന്നത് ഗാർഹിക യൂണിറ്റിൽ നിന്നാണ്. ഇങ്ങനെ അവർക്ക് കിട്ടുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അവർക്ക് പൈസ കിട്ടുന്നു. അപ്പോൾ ഈ പൈസ നേരെ വീട്ടിലെത്തുന്നു. പിന്നീട് അവർ സാധനം വാങ്ങാൻ ഇത് ഇങ്ങോട്ട് കൊടുക്കുന്നു. അവർ സാധനങ്ങൾ മറ്റും വാങ്ങിക്കൊണ്ട് പോകുന്നു, ജോലി എടുക്കുന്നു. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കറങ്ങി വരുന്നു. അതുകൊണ്ടാണ് ഇതൊരു ചാക്രിക പ്രക്രിയ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഉൽപ്പാദന യൂണിറ്റുകൾക്ക് ഉൽപ്പാദന ഘടകമായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റാണ്. അഥവാ ഒരു ഫാക്ടറിയിൽ പോയി പണിയെടുക്കാനുള്ള തൊഴിലാളി അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാശ് മറ്റും എല്ലാം കിട്ടുന്നത് ഒരു വീട്ടിൽ നിന്നാണ് അല്ലേ. ഇനി ഉൽപ്പാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റിന് നൽകുന്നു. അപ്പോൾ ഫാക്ടറിയിൽ പണിയെടുക്കുന്ന സമയത്ത് പൈസ അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. ഇനി ഉൽപ്പാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. അപ്പോൾ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നത് എവിടെ നിന്നാണ്? ഉൽപ്പാദന യൂണിറ്റ്, കടയിൽ നിന്നാണ് അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്നാണ്. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപ്പാദന യൂണിറ്റുകൾക്ക് വില പണമായി നൽകുന്നു. അപ്പോൾ ഈ സാധനങ്ങളും മറ്റും വീട്ടുകാർ വാങ്ങുമ്പോൾ തിരിച്ച് അവരെന്ത് കൊടുക്കുന്നു? പൈസ കൊടുക്കുന്നു. മനസ്സിലായോ? അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഒരു ഫാക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വായിച്ച് നോക്കിയാൽ സിമ്പിളായിരിക്കും. ഞാനതാണ് അത് ഉദാഹരണത്തിലൂടെ പറഞ്ഞത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ജസ്റ്റ് നമ്മൾ അവസാന ഭാഗത്തേക്ക് വരികയാണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി നാം ഉപയോഗിക്കുന്ന കാണാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കളാണ് സാധനങ്ങൾ എന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് സഹായിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയാത്തതാണെങ്കിൽ അത് സേവനം. സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കണമെങ്കിൽ അതിനെ ഉൽപ്പാദിപ്പിക്കണം. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നീ 4 ഉൽപ്പാദന ഘടകങ്ങളുടെ ആവശ്യമുണ്ട്. ഓരോ ഉൽപ്പാദന ഘടകത്തിനും അതിൻ്റെതായിട്ടുള്ള സവിശേഷതയുണ്ട്. അത് വ്യത്യസ്തമാണ്. ഉൽപ്പാദന ഘടകമായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് യഥാക്രമം ഭൂമിക്ക് പാട്ടം, തൊഴിലിന് കൂലി അല്ലെങ്കിൽ ശമ്പളം, മൂലധനത്തിന് പലിശ, സംഘാടനത്തിന് ലാഭം എന്നിവ കിട്ടുന്നു. സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലാകുന്നത് ഉൽപാദനവും ഉപഭോഗവും ഒരു നിരന്തര പ്രക്രിയയാക്കുന്നതിനാലാണ്. അപ്പോൾ നമ്മുടെ ഉൽപാദന പ്രക്രിയ സാമ്പത്തിക പ്രവർത്തനമാണ്, ചാക്രികമാണ്. അതെങ്ങനെ ചാക്രികമായി എന്ന് നമ്മൾ കുറച്ച് സമയം എടുത്ത് പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. സോ ഉൽപാദന ഘടകങ്ങൾ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം ഇവകളെല്ലാം ഉൽപാദന പ്രക്രിയയിൽ ഏർപ്പെടുന്നു. ദെൻ ഉൽപ്പന്നം ലഭ്യമാകുന്നു. ഓക്കെ അല്ലേ? സോ എക്കണോമിക്സിലെ 2ാമത്തെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റ് ആയി. ഇത് 6ാം ക്ലാസ് ആണ്. ഇനി 6ാം ക്ലാസ്സിൽ തന്നെ ഇനിയും പാഠഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ ഹയർ ലെവലിലേക്ക് നമ്മൾ സാവധാനത്തിൽ കടക്കും. ഇതെല്ലാം നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ.